പശ്ചിമബംഗാളിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകനെ തല്ലിക്കൊന്നു. ദേവ്ദീപ് ചാറ്റർജിയാണ് കൊല്ലപ്പെട്ടത്. ഭാര്യയുടെയും മകന്റെയും മുന്നിൽ വെച്ചാണ് കൊല ഉണ്ടായത്. ശരത് ലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരത് ലാൽ, എന്താണ് സംഭവിച്ചത്? ഈ കൊലപാതകത്തിനുള്ള പ്രകോപനം എന്താണ്? ഇന്നലെ രാത്രി വൈകിട്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. കോൺഗ്രസ് പ്രവർത്തകനായ ദേവ്ദീപ് ചാറ്റർജിയും കുടുംബവും ഭാര്യയും 10 വയസ്സുള്ള മകനും കൂടി സ്വന്തം അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അവിടെയുള്ള ബൈക്കിലെത്തിയ യുവാക്കളുമായിട്ട് കശപിശുണ്ടാകുന്നത്. അവർ തൃണമൂലിൻ്റെ പ്രാദേശിക പ്രവർത്തകരും തൃണമൂൽ നേതാവിൻ്റെ അനുയായികളുമാണ്. അത് തുടർന്നാണ് മൃഗീയമായിട്ട് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും തല ഭിത്തിയിൽ ഇടിപ്പിക്കുകയും ചെയ്തത്. തൽക്ഷണം ആശുപത്രിയിൽ മരണപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് എത്തിയാണ് പിന്നീട് അവിടെ നിന്ന് മൃതദേഹം മാറ്റുന്നത്. ഏതായാലും തൻ്റെ അപ്പാർട്ട്മെൻറ്റിലെ വസതിക്ക് മുമ്പിലാണ് ഇത്തരമൊരു കൊലപാതകം നടന്നത്. ഇതിന് പിന്നിൽ തൃണമൂലാണെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ പോലീസ് പറയുന്നത് മറ്റൊരു വാദമാണ്. പോലീസ് പറയുന്നത് ബൈക്കും കാറും ഒരസ്യം തമ്മിലുള്ള തർക്കമാണ് ഇത്തരമൊരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇത് വിശ്വസിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറില്ല. കാരണം നേരത്തെ തന്നെ ഇദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായതുകൊണ്ടും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായതുകൊണ്ടും വളരെ നേരത്തെ തന്നെ തൃണമൂൽ പ്രവർത്തകർ ഇദ്ദേഹത്തിന് വാർണിംഗ്, അതായത് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് പങ്കെടുക്കരുത് എന്ന രീതിയിൽ വാർണിംഗ് നൽകിയിരുന്നു എന്നാണ് തൃണമൂൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്, കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളോട് ചാറ്റർജി കാര്യങ്ങൾ വ്യക്തമാക്കും. പശ്ചിമബംഗാളിലാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകനെ തല്ലിക്കൊന്നത്.